ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് പോകുന്നത് മാങ്കാവിലുള്ള ലുലു മോളിലേക്കാണ് കേട്ടോ. ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു പോകണമെന്ന്, പക്ഷെ തിരക്ക് കാരണം പോകാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ തിരക്കല്ല, ലുലു മോളിലുള്ള തിരക്ക് കാരണം കേട്ടോ. അങ്ങനെ അതാ ഫൈനലി നമ്മൾ അവിടെ എത്തി. ഇന്ന് റോഡിലൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ അതാ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറുകയാണ്. ഇവിടെ ഒരു 1500 വെഹിക്കിൾസ് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ പാർക്കിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ടൈമിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ചെയ്ത് അവിടെ എത്തി. ഇതാ ഞാൻ കയറിയത് എൻട്രൻസ് ടൂലൂടെ ആയിരുന്നു. അവിടെ 2-3 എൻട്രൻസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ എൻട്രൻസ് ടൂലൂടെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ സ്റ്റാർബക്സ്, ലിവൈസ്, ലൂയിസ് ഫിലിപ്പ് അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കറങ്ങി. ആ താഴെയുള്ളൊരു ഫ്ലോർ ഭയങ്കര സ്പേഷ്യസ് ആയി തോന്നി നിൽക്കാനാണെങ്കിലൊക്കെ. മൊത്തത്തിൽ 3 ഫ്ലോറാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ ഞങ്ങളൊന്ന് മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ താഴെ തന്നെയാണ് കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറാനായിട്ട് അങ്ങനെ ശ്രമിച്ചില്ല. ഇനിയും സമയമുണ്ടല്ലോ, അങ്ങനെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മളൊന്ന് മുകളിലോട്ടേക്ക് പോവുകയാണ്. അപ്പം ലുലു ഫാഷനൊക്കെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുകളിലേക്ക് പോയി. സോ നമ്മൾ ലുലു ഫാഷനിലേക്കാട്ടോ ഫസ്റ്റ് തന്നെ കയറിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകളും അതേപോലെ ബേബി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ഫാൻസി ഐറ്റംസിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ റേറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള റേറ്റാണ്, പക്ഷേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കുന്നതൊന്നും അവിടെ അധികം അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അതിൽ ഇങ്ങനെ കുറേ നടന്നു. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, എല്ലാം ഓൾമോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഗോ കളേഴ്സും അങ്ങനെ ജോക്കി അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ആകെ ഫുഡ് കോർട്ട് മാത്രമാണ്. അപ്പോൾ ഈ ഔട്ട്ലെറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഫുഡ് കോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അറ്റ് എ ടൈം ഒരു 500 പേർക്കെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കാൻ സജീവമാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണുള്ളത്. പിന്നെ KFC, ചിക്കിങ്, പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫലൂഡ നേഷൻ. പക്ഷേ എന്തോ അവിടെ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊക്കെ ഒരു ഫീലിംഗ് കേട്ടോ. എന്താണെന്നറിയില്ല, മേ ബി ഹൈലൈറ്റ് മോൾ കണ്ടിട്ട് ഇത് കാണുമ്പോഴുള്ള പ്രശ്നമായിരിക്കും. അങ്ങനെ ഒരു ഡിഗ്രേഡ് ചെയ്ത് പറയല്ല, എന്നാലും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഹൈലൈറ്റ് മോളാട്ടോ കുറച്ചുകൂടെ ഇഷ്ടമായത്. പിന്നെ ഇതാ നമുക്ക് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫൺഷൂറ ഗെയിം സോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട്. അപ്പം അതും വലിയ കുഴപ്പമില്ല, അടിപൊളി സെറ്റപ്പാണ്. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മോളാണ്. പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിക്കാനായിട്ട് വന്നതല്ല, സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ളൊരു ഇതായിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഒരുവിധം എല്ലാ ആൾക്കാരും അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അവർ ഒരുപാട് ഓഫേഴ്സും അങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതൊരു അടിപൊളിയാണ്, ഒരു അവരുടെ മെയിൻ ഹൈലൈറ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ അതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പാർക്കിംഗ് ഞങ്ങൾ പറഞ്ഞല്ലോ അടുത്ത് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം നടക്കേണ്ടി വന്നിട്ടില്ല. എൻട്രൻസ് വേറൊരു സ്ഥലത്ത് കൂടിയും എക്സിറ്റ് വേറെ സ്ഥലത്ത് കൂടിയാണ്. പിന്നെ എന്തൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും കോഴിക്കോട്ടുകാർക്ക് എന്തായാലും മാങ്കാവിലെ തിരക്കൊക്കെ അറിയാൻ മതിയാവുമല്ലോ അല്ലേ. അപ്പോൾ ഓൾറെഡി നല്ല ബ്ലോക്ക് ഉണ്ടാവാറുള്ളൊരു സ്ഥലമായിരുന്നു മാങ്കാവ്. അപ്പോൾ ഇനി ലുലു മോളും കൂടെ വന്നപ്പം ഇവിടെ വീടുള്ളവരൊക്കെ എത്രത്തോളം സഫർ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയായിരിക്കും. സോ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.